അതൊക്കെ ആവിയായി പോയി എന്നാണോ പറയാൻ വരുന്നത്? ഞാൻ എന്തായാലും ഈ ബീറ്റ് കവർ ചെയ്യുന്ന പത്രക്കാരോട് നന്ദി പറയുകയാണ്. കാരണം LDF ബീറ്റ് കവർ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ അപ്പുറത്ത് വിജയിച്ചവരുടെ ഏത് എന്ന് ഉള്ളതിന്റെ ആഹ്ലാദ പ്രകടനം കവർ ചെയ്യാതെ നമ്മളെ തന്നെ കവർ ചെയ്യേണ്ടി വന്നു. ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ പറഞ്ഞ കണക്കുകൾ ജനങ്ങളിൽ, ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുടെ റെസ്പോൺസിൽ പ്രതീക്ഷ അർപ്പിച്ചാണ്. അത് തെറ്റിപ്പോയി എന്നുള്ളത് ഞാൻ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു, ഒരു ഡിസ്ക്ലെയിമർ പോലെ. ഇതൊക്കെ തെറ്റാം, ഇത് നമ്മളുടെ ഒരു ആത്മവിശ്വാസം ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന വസ്തുതകളാണ്. അപ്പോഴും നേരിയൊരു പ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 9ാമത്തെ വോട്ടർ മെഷീനിൽ 9ാമത്തെ ക്രമമായിട്ടും ചിഹ്നം ഒരു സ്വതന്ത്ര ചിഹ്നം സ്റ്റെതസ്കോപ്പ് ആയിരുന്നിട്ടും 1500ഓളം വോട്ടുകൾ കഴിഞ്ഞ നിയമസഭയിൽ നിന്ന് കൂട്ടാൻ സാധിച്ചു. കഴിഞ്ഞ ലോക്സഭയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 2000-ലേറെ വോട്ടുകൾ കൂട്ടാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, അവർ ഈ 5 ആഴ്ചക്കാലം നടത്തിയ ഒരു പ്രവർത്തനമുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു പക്ഷേ LDFന് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ള തരത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ മുനിസിപ്പാലിറ്റിയിൽ വലിയ വോട്ട് വർധന ഉണ്ടായില്ല. അതിനുള്ള പ്രധാന കാരണം നിഷ്പക്ഷമായി ചിന്തിച്ചു വരേണ്ടുന്ന വോട്ടുകളെ രാഷ്ട്രീയമായി കച്ചവടം ചെയ്തു എന്നിപ്പോ ജില്ലാ സെക്രട്ടറി പറഞ്ഞതിനെ അടിവരയിടുന്ന രീതിയിലാണ് ആ കണക്കുകൾ മനസ്സിലാവുന്നത്. BJP അറിഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സഹായിക്കാൻ ഒരു രക്ഷകനായി അവതരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ജനങ്ങളുടെ മാൻഡേറ്റിനെ മറികടക്കുന്ന രീതിയിലുള്ളതായി എന്നുള്ളതും, അപ്പോഴും CPM എന്നുള്ള രീതിയിൽ, LDF എന്നുള്ള രീതിയിൽ വോട്ട് കൂട്ടാൻ സാധിക്കണമായിരുന്നു എന്നുള്ള ആ ഒരു വിമർശനം നമ്മൾ സ്വയം ഏറ്റെടുക്കുന്നുണ്ട്. എങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ആരാണ് UDFന്റെ താരപ്രചാരകരായി മാറിയത്, എന്ത് പറഞ്ഞാണ് താരപ്രചാര വേല നടന്നത് എന്ന് ആലോചിക്കുമ്പോൾ തരം താണ വർഗീയതയിലേക്ക് അത് വഴിവിട്ടു പോയി എന്നുള്ളത് വളരെ നിരാശാജനകമായ കാര്യമാണ്. SDPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണെങ്കിൽ പോലും അതിന്റെ മേൽവിലാസം എത്രത്തോളം വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു സംഘടനയുടെ സ്വഭാവമാണ് കാണിക്കുന്നത് നമുക്കൊക്കെ അറിയാം. UDFന്റെ വിജയത്തിന്, UDF പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനത്തിന് മുന്നേ SDPI നടത്തിയത്, എനിക്ക് തോന്നുന്നു ഇനി വരാനുള്ള ദിവസങ്ങളിൽ ഒരു പരസ്യമായി UDFലേക്ക് പ്രവേശിക്കാൻ തന്നെ SDPI പോലുള്ള സംഘടനകളെ ക്ഷണിക്കാൻ തന്നെ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഒന്ന് ഇടപെടേണ്ടി വരികയാണ് അവിടെ.